വീടിനൊന്നും കുഴപ്പമൊന്നുമില്ല. വീടിനൊന്നും കുഴപ്പമൊന്നുമില്ല. എവിടെ ഉണ്ടായിരുന്ന സ്ഥലം ഇവിടെ മുണ്ടക്കയിലാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയാ അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവന്നത്? എങ്ങനെയാ പോകുന്നത് അവിടുന്ന് രക്ഷാപ്രവർത്തകർ വന്ന ആർമി സൈനികരും എല്ലാം വന്നു. കുഞ്ഞോ ഒക്കെയാണോ? കുഞ്ഞും ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾ 7 പേരുണ്ട്. 8 പേരുണ്ട്. എല്ലാവരും എല്ലാവരും തിരിച്ചെത്തിയോ? എല്ലാവരും തിരിച്ചെത്തി. തീർച്ചയായും രക്ഷാപ്രവർത്തകർ കൈകോർത്ത് കൊണ്ടുപോകുന്നു. കുടുംബമാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും തിരിച്ച് എത്തി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ചെറിയ കുഞ്ഞിനുൾപ്പെടെ ഉള്ളവരുമായാണ് NDRFന്റെ സംഘം. തീർച്ചയായും അവരെ പൂർണ്ണമായി സുരക്ഷിതരായി എത്തിയിരിക്കുന്നു. ഇതെല്ലാം ഓരോ ഭാഗങ്ങൾ. ഏതാണ് വീട്? നമ്മളിപ്പോ ഈ തെങ്ങ് കാണിച്ച നല്ലോ അജിംഷാദ്, ആ വീടിന്റെ അതല്ല അതിന്റെ അപ്പുറത്തെ ഒളിഞ്ഞു പോകാത്ത ആ സമയത്ത് നിങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു? ആ സമയത്ത് എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു സമയം എന്ന് പറയാമോ? 1:30 മണിക്ക് വലിയ ശബ്ദത്തോടെയാണോ ഈ വെള്ളം വരുന്നത്? പറയാൻ പറ്റില്ല. അങ്ങനെയാ. അവിടുന്ന് സൗണ്ട് കേട്ടതുകൊണ്ട് ഓടി മുകളിൽ കയറി അതുകൊണ്ട് രക്ഷപ്പെട്ടതാ, അല്ലെങ്കിൽ പോയിട്ടുണ്ടാവും. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും എവിടെയുള്ളത്? ഇപ്പൊ മേപ്പാടിയുണ്ട്. ഈ സ്കൂള് ഇവിടെ ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ ഒരു സ്ഥിതി അങ്ങനെ എന്തെങ്കിലും അറിയുന്നവരാരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇവിടുത്തെ സ്ഥിതി ഇപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ 2 ബോഡി കാണണം. ഈ വീടിനകത്ത് ഇതിന്റെ അടിയിൽ കാണണം എന്നാണ്. കാരണം ചുമര് പൊട്ടിപ്പോയിട്ടില്ല, അപ്പുറത്തെ ചുമര് പൊട്ടിപ്പോയിട്ടില്ല. അപ്പൊ അവർ ഇവിടെ കിടന്നുറങ്ങിയ ആളുകൾ ചിലപ്പോൾ ഇതിനകത്ത് തന്നെ കാണണം. ഒരു പ്രായം ചെന്ന സ്ത്രീയും ഒരു കുട്ടിയും ഇതിനകത്ത് കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തെങ്ങൊക്കെ നമ്മൾ ഈ കണ്ട ഈ കെട്ടിടത്തിൽ തന്നെയാണ്? ഈ തെങ്ങ് എന്റെ തെങ്ങാ, അവിടെ ഉണ്ടായിരുന്ന തെങ്ങ്. ഇതിനകത്ത് അപ്പൊ ഈ ചുമര് പൊട്ടിപ്പോവാത്തോണ്ട് സ്വാഭാവികമായിട്ടും അതിനുള്ളിലുണ്ട്. അതിനകത്ത് കാണണം എന്നാണ് എനിക്ക് 100% വിശ്വാസം. അതിനകത്ത് കാണണം എന്നാണ്. നിങ്ങൾ നേരിട്ട് അറിയുന്ന ആളുകളാണ്? നമ്മൾ തൊട്ട് അയൽവക്കല്ലേ, നമ്മൾ ആകെ ഒരു മീറ്റർ വ്യത്യാസമല്ലേ ഉള്ളൂ വീട് തമ്മിൽ. അപ്പോൾ അതിനകത്ത് കാണും. ഈ സംഭവം അറിഞ്ഞ് ഇത്ര വലിയൊരു ദുരന്തമാണെന്ന് ആ രാത്രി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു? അല്ല, എൻ്റെ വീട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി. പാലം വന്ന് അടിച്ചിട്ടാണ് വീട് പോയിട്ടുള്ളത്. പാലത്തിൻ്റെ പീസ് വന്ന് അടിച്ചിട്ടാണ് പോയിട്ടുള്ളതെന്ന് എൻ്റെ ഒരു സംശയം. നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പോഴാണ് ഇത് അടിച്ചു പോകുന്നത്. തീർച്ചയായും അജിംഷാദ്, ഇത്തരത്തിൽ ഈ ദുരന്തത്തെ നേരിട്ടവർ, അതിനെ അതിജീവിച്ചവരൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഏത് ഭാഗത്തുനിന്നായിരുന്നു ഉണ്ടായിരുന്നത്? ഞങ്ങളിപ്പോൾ റെസ്ക്യൂ ടീമായിട്ട് വന്നതാണ്. ഇന്ന് വരികയാണോ? ഇന്നലെ വന്നിരുന്നു. ഇന്നലെ വന്ന് ക്യാമ്പിൽ നിന്നിരുന്നു. അവിടുത്തെ അവസ്ഥകൾ ഭയങ്കര ഭയാനകരമാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ റെസ്ക്യൂ ടീമിന് വേണ്ടി. ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? മുണ്ടക്കയത്തിലാണ് പരിപാടികൾ. നിങ്ങളുടെ സംഘത്തിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ 20 പേരുണ്ട്. 20 പേരുണ്ട്. ഇന്നലെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്തു. ഇന്നലെ അവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. ഇന്നിപ്പോൾ മുണ്ടക്കൈക്ക് ഇങ്ങോട്ട് പോകുന്നു. ഈ കെട്ടിടങ്ങളൊക്കെ മേപ്പാടിയിലായിരുന്നു, അവിടെ ക്യാമ്പ് ചെയ്തു. രക്ഷാപ്രവർത്തനത്തിനായി പോകുന്ന സംഘങ്ങളെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഈ നേരത്തെ ഈ ഭാഗത്തെ വീടുള്ളയാൾ, നമ്മൾ ഈ കണ്ട വീടിന് അപ്പുറത്തുള്ളയാളാണ് പറഞ്ഞത് ഇതിനകത്ത് 2 പേരുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ചുമര് പൊളിഞ്ഞു പോവാത്തത് കൊണ്ട് അതിനകത്ത് തന്നെ ഉണ്ടാവാൻ ഉള്ള ഒരു സാധ്യതയാണ് പറയുന്നത്. മറ്റതെല്ലാം വീട് അപ്പാടെ പോയാൽ പിന്നെ യാതൊരു പ്രതീക്ഷയുമില്ലല്ലോ. അപ്പോൾ ഇതങ്ങനെ ഒഴുകി ഈ പുഴയിലേക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ചുമരുള്ള വീടുകളിലൊക്കെ ആളുകളുണ്ട് എന്ന ഒരു പ്രാഥമികമായ നിഗമനം ഈ ഇവിടെയുള്ളവർ, ഇതിൽ നിന്ന് അതിജീവിച്ചവരൊക്കെ നൽകുന്നുണ്ട്. നമുക്ക് ഇതിനടുത്തേക്ക് പോയി അത് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ ആ ഭാഗത്ത് ഈ കിണറുകളും മറ്റുമൊക്കെ ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ ക്യാമറയിലെ ദൃശ്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ ആയി രാത്രി കിടന്നുറങ്ങിയവരെ ഒന്നാകെ കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ചാലിയാറിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് വനത്തിലൂടെ 14 കിലോമീറ്റർ ഈ പുഴ ഒഴുകിയിട്ട് വേണം അവിടെ എത്താൻ. അതിനിടയിൽ സൂചിപ്പാറ വാട്ടർഫാൾസ് ഉണ്ട്. അതൊക്കെ കടന്നാണ്. അത്ര വലിയ ഒരു ദുരിതത്തെ അതിജീവിച്ചവരാണ് ഇപ്പോഴുള്ളത്.